നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായി. സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റ് പരാതിക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന കേസിലാണ് നടപടി. കേസിൽ രാഹുൽ ഈശ്വർ 5ാം പ്രതിയാണ്. സൈബർ ആക്രമണ കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ 1ാം പ്രതിയാണ്. KPC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരും ദിവ്യ ജോസഫും ഉൾപ്പെടെ 5 പ്രതികളാണ് ഉള്ളത്. എന്നാൽ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശം തന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല താനെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. രാഹുൽ ഈശ്വർ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് രാഹുലിന്റെ ഭാര്യ ദീപയും പ്രതികരിച്ചു. അതേസമയം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാർത്തകൾ വിശദമായി. തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ഇതാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നതെന്നും തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും യുവതിയുടെ ഫോട്ടോ എവിടെയും ഇട്ടിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അറസ്റ്റിന് ശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോഴാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുൽ ഈശ്വറിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ അതിജീവിത ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ CCTV ദൃശ്യ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. CCTV DVRന് ബാക്കപ്പ് കുറവാണെന്നാണ് വിവരം. സമീപത്തിലെ കൂടുതൽ CCTVകൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മെയ് അവസാന ആഴ്ചയിലെ 2 ദിവസമാണ് യുവതിയെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ എത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് പ്രത്യേക പോലീസ് സംഘം അടൂരിലെത്തി. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നയനാന്റെ വീട്ടിലാണ് പോലീസ് എത്തിയത്. അതേസമയം പോലീസ് സംഘം വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് ഫെന്നി ഫെനാൻ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ ശബ്ദ പരിശോധന നടത്തും. പുറത്തുവന്ന സംഭാഷണം പരാതിക്കാരുടെ ആണോ എന്ന് ഉറപ്പിക്കാൻ യുവതിയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കും. തിരുവല്ലം ചിത്രാഞ്ജലിയിലാണ് പരിശോധന നടത്തുക. യുവതിക്ക് പോലീസ് സംരക്ഷണം ഒരുക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരായ ലൈംഗിക പീഡന കേസിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിന് ബന്ധമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമേ അല്ലെന്നും പരാതി പോലും ലഭിക്കും മുമ്പ് നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും VD സതീശൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം പാർട്ടിയുടെ അറിവോടെ അല്ലെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സൈബർ ആക്രമണത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും പാർട്ടി അന്വേഷിക്കേണ്ട ഗൗരവം വിഷയത്തിലുണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിനെ ഒളിവിൽ കഴിയാൻ താൻ സഹായിച്ചില്ല എന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങേണ്ടെന്നും ഉദിച്ചുവരേണ്ട താരങ്ങൾ ഉദിക്കുമെന്നും അല്ലാത്തത് അസ്തമിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. കൂടാതെ രാഹുലിനെ ഒരു പരിപാടിയിലും കയറ്റരുത് എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസംവിധാനത്തെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് ഇല്ലെന്ന് VT ബൽറാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചാണെന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും ഞങ്ങളെ തൊട്ടാൽ തീപ്പന്താവുക എന്ന് പിണറായി വെല്ലുവിളിച്ചതുപോലെ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് ഇല്ലെന്നും VT ബൽറാം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിനിൽ കോൺഗ്രസിനെ ബാധിക്കില്ലെന്ന് പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ. രാഹുൽ പ്രചരണത്തിന് ഇറങ്ങിയത് പാർട്ടിയുടെ അറിവോടെ അല്ലെന്നും അതിനുള്ള അനുമതി പാർട്ടി നൽകിയിട്ടില്ലെന്നും രാഹുലിനെ ഒളിവിൽ കഴിയാൻ കോൺഗ്രസ് നേതാക്കൾ സഹായിച്ചില്ലെന്നും അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും തങ്കപ്പൻ പറഞ്ഞു. യുവതിയുടെ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തേക്കും. രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആദ്യ മൊഴി. പിന്നീട് ഓഫീസിൽ പരിശോധനയ്ക്ക് ഇറങ്ങിയപ്പോൾ മൊബൈൽ കൈമാറുകയായിരുന്നു. പരിശോധന മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പോലീസ് കണ്ടെത്തി. രാഹുൽ മാങ്കൂട്ടത്തിലും സൈബർ സംഘത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP വനിതാ നേതാവ് പത്മജ വേണുഗോപാൽ. പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ സ്വകാര്യത പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തി അവമാനിക്കുകയായിരുന്നു എന്നും എന്തൊരു നെറുകെട്ടവന്മാരാണ് രാഹുൽ മാങ്കൂട്ടും അവന്റെ സൈബർ ഗംഗന്മാരുമെന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു. കുഞ്ഞിനെ ഭ്രൂണാവസ്ഥയിൽ കൊന്നുകളഞ്ഞിട്ട് ഒരു കുറ്റബോധമില്ലാതെ പൊതുജനമധ്യത്തിൽ ഇറങ്ങി നടന്ന ഇവന് വല്ലാത്ത തൊലിക്കെട്ടിയെന്നും പത്മജ വ്യക്തമാക്കി. ആലപ്പുഴയിലും അമീബിക്ക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു. തണ്ണീർമുക്കം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങൾക്ക് SIR സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെയാണ് SIR ഫോം വിതരണം ചെയ്യാം. ഡിസംബർ 16 കരട് പട്ടികയും അന്തിമ പട്ടിക ഫെബ്രുവരി 14 പുറത്തിറക്കും. മുനമ്പം ഭൂവ് സംരക്ഷണ സമിതി നടത്തുന്ന സമരം അവസാനിച്ചു. മന്ത്രി P രാജീവ്, മന്ത്രി K രാജന് സമരപ്പന്തലിലെത്തി സമരമിരിക്കുന്നവർക്ക് നാരങ്ങനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. താൽക്കാലിക ഇടവേള മാത്രമാണെന്ന് സമരസമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവ്യർ പറഞ്ഞു. വക്കപ്പൂട് ആസ്തി പട്ടികയിൽ നിന്ന് ഭൂമി മാറ്റൽ ആണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇതൊരു ഇടവേള മാത്രമാണ്. പ്രശ്നങ്ങളുണ്ടായാൽ വീണ്ടും സമരം ആരംഭിക്കുമെന്നും ഫാദർ ആന്റണി സേവ്യർ വ്യക്തമാക്കി.
മുനമ്പത്ത് സമരം അവസാനിപ്പിക്കുന്നത് വഞ്ചനയാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുതിയ സമരപ്പന്തൽ സമരം ആരംഭിച്ചു വിമതർ. 414 ദിവസമായി സമരം നടക്കുന്ന വേദിയിൽ നിന്ന് BJP അനുകൂലികളായ നാട്ടുകാർ പുതിയ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുവരെ സമരമെന്നാണ് അവരുടെ പ്രഖ്യാപനം. വടകര DSP A. ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു. DSP ഉമേഷിനെതിരെ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. പോലീസ് പദവി ദുരുപയോഗം ചെയ്തതായും ആഭ്യന്തര വകുപ്പിന്റെ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വടക്കാഞ്ചേരി CI ആയിരുന്നപ്പോൾ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച കേസെടുക്കാതെ ഉമേഷ് വിട്ടയച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠർ മഹേഷ് മോഹന്റെ മൊഴിയെടുത്തു. 2022 ദ്വാരപാലക പാളിയിൽ കൊണ്ടുപോകാൻ അനുമതി നേടിയത് ബോർഡാണെന്നും അതിൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നും ഭക്തന നിലയിൽ ഗോവർദ്ധൻ ക്ഷണിച്ചുകൊണ്ടാണ് ജൂലിൽ പോയതെന്നും കണ്ഠർ മഹേഷ് മോഹൻ മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ഇത് തമ്മിൽ താരതമ്യം ചെയ്യേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. SIT അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഉചിതമായ നടപടിയെടുക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ കേന്ദ്ര വഖഫ് പോർട്ടലായ ഉദീമിൽ രജിസ്റ്റർ ചെയ്യേണ്ട സമയപരിധി ഡിസംബർ 5 അവസാനിക്കാനിരിക്കെ പോർട്ടലിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നും അപ്ലോഡിംഗ് പ്രക്രിയയ്ക്ക് സാവകാശം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വഖഫ് ചുമതലയുള്ള ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിനും കത്തയച്ചു. പാലക്കാട് മലമ്പുഴയിൽ പുലിയെ കണ്ടെത്തുമെന്ന് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. മലമ്പുഴ അകത്തറ കെട്ടേക്കാട് വനം റേഞ്ച് പരിധിയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് പോലീസിന്റെയും വനംവകുപ്പിന്റെയും നിർദ്ദേശം. 45 വർഷം ഭരണം കൊണ്ട് CPM തിരുവനന്തപുരം നഗരം നശിപ്പിച്ച് നഗരം വീണ്ടെടുക്കാൻ അധികാരം ലഭിച്ചാൽ 45 ദിവസത്തിനകം വികസന രേഖ അവതരിപ്പിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ. സ്റ്റേഷനിലെത്തിയ പരാതിക്കാരന്റെ മർദ്ദന കേസിൽ കോടതി ശിക്ഷിച്ച DSP സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. DSP PM മനോജിനെതിരെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പാർട്ടികളും സമുദായങ്ങളും തനിക്ക് വോട്ട് ചെയ്തു എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. CPM CPI കോൺഗ്രസ് പാർട്ടികളുടെ വോട്ടുകൾ BJP ലഭിച്ചുവെന്നും അന്നത്തെ കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ കള്ള് പരിശോധിക്കാനായി മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ 1 മാസത്തേക്ക് ജോലിക്ക് നിയോഗിച്ച് എക്സൈസ് വകുപ്പ് പുറത്തിറക്കിയ വിവാദ ഉത്തരവ് ഭേദഗതി ചെയ്തു. ജോലിയിൽ വീഴ്ച വരുത്തിയാൽ കടുത്ത നടപടിയുണ്ടാകുന്ന നിർദ്ദേശവും ഉത്തരവിൽ ഉണ്ടായിരുന്നു. കലൂർ സ്റ്റേഡിയം നവീകരണ ജോലിയിൽ പൂർത്തിയാക്കാതെ സ്പോൺസർ GDDക്ക് കൈമാറിയെന്ന് റിപ്പോർട്ടുകൾ. സ്റ്റേഡിയത്തിന്റെ പ്രവേശന കവാടം ഉൾപ്പെടെയുള്ള നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.